ഹെബ്രായ ലേഖനം 14:12 നാം ഇപ്രകാരം വായിക്കും: വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വിശുദ്ധിയുടെ റോസാപുഷ്പങ്ങൾ വർഷിച്ച വലിയ വിശുദ്ധയെ ഒക്ടോബർ 1-ാം തീയതി സഭ ഓർക്കുകയാണ്. അത് മറ്റാരുമല്ല, ലിസ്യുവിലെ വിശുദ്ധ ത്രേസ്യയാണ്. ഈ ത്രേസ്യയെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തും: വിശുദ്ധയുടെ ജീവിതത്തിൽ ഭൂമിയിൽ തന്നെ വിശുദ്ധി സാധ്യമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ പ്രിയരേ, ഈ വിശുദ്ധ ജീവിതത്തിന് കാരണമായി നിതാന്തമായി നിൽക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, അതായത് ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ആഴമായ ബോധ്യം. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇപ്രകാരം പറയും: പരിശുദ്ധ ത്രിത്വത്തിൽ 3 അല്ല 4 വ്യക്തികളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിന്നെ ത്രേസ്യയും. മിശിഹായിൽ പ്രിയരേ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്: പരിശുദ്ധ ത്രിത്വത്തിൽ ആഴമായി വിശ്വസിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമത്തെ, വിശുദ്ധ ജീവിതത്തിന് കാരണമായി നിലകൊള്ളുന്ന 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഭക്തിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മളോട് പറയുകയാണ്: അമ്മേ, ഞാൻ അമ്മയേക്കാൾ ഭാഗ്യവതിയാണ്. കാരണം എനിക്കുള്ളതുപോലെ നിന്നെ സ്നേഹിക്കാൻ നിനക്കൊരമ്മയില്ലല്ലോ. മിശിഹായിൽ പ്രിയരേ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യേശുവിൽ ആഴപ്പെട്ട വിശ്വാസമുണ്ടാകുവാനും പരിശുദ്ധ അമ്മയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനും ഈ വിശുദ്ധ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവർക്കും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.